ഹലോ കൂട്ടുകാരെ, വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡീനും ആലിയും ഒരുമിച്ച് നിൽക്കുന്ന രംഗത്തോടെ ആയിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. എന്നാൽ അവർ എങ്ങനെയാണ് ഇത്രയധികം അടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കരാഓക്കെ നൈറ്റിന് ശേഷം ഗാരറ്റിന്റെ ലിവിംഗ് റൂമിലെ സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്ന ആലി പെട്ടെന്ന് കേട്ട ചില ബഹളങ്ങൾ കാരണമാണ് ഉണരുന്നത്. നോക്കുമ്പോൾ ഡീൻ രണ്ട് പെൺകുട്ടികളുമായി അവിടെ ഒരുമിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യപ്പെടുന്ന ആലിയും ഡീനും തമ്മിൽ അവിടെ വെച്ച് ചെറിയുള്ള തർക്കമുണ്ടാകുന്നു. ഇവരുടെ തർക്കം കണ്ട് മടുത്ത ആ പെൺകുട്ടികൾ അവിടെ നിന്നും സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഡീൻ റൂമിലെ ഫയർ പ്ലേസിനടുത്തിരുന്ന് പുകവലിക്കുമ്പോൾ ആലിയും അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ചാണ് അവർക്കിടയിൽ വളരെ ഗൗരവമുള്ളൊരു സംഭാഷണം നടക്കുന്നത്. ആലി തന്റെ പ്രണയ ജീവിതത്തിലെ സങ്കീർണതകളെക്കുറിച്ച് ഡീനോട് തുറന്നു പറയുന്നു. അവളുടെ കാമുകനായ ഷോൺ ഭാവിയിൽ വെർമോണ്ടിലേക്ക് താമസം മാറി ഒരു സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്. എന്നാൽ ആലിക്ക് അഭിനയ മേഖലയിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. തന്റെ അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള പ്രണയവും പരസ്പര പിന്തുണയും കണ്ടാണ് അവൾ വളർന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടുന്ന ഒരു ജീവിതത്തോട് പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അവളുടെ ഈ ചിന്തകൾ മനസ്സിലാക്കിയ ഡീൻ വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം അവൾക്ക് നൽകുന്നു. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മുടെ സ്വപ്നങ്ങളെയും മനസ്സിലാക്കുമെന്നും അല്ലാത്തവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടവരല്ലെന്നുമാണ് അവൻ പറയുന്നത്. പ്ലേബോയ് ഇമേജുള്ള ഡീനിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഗൗരവമുള്ള വാക്കുകൾ ആലി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതുവരെ തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടില്ലെന്നും താൽക്കാലിക ബന്ധങ്ങൾ മാത്രമാണ് തനിക്ക് താല്പര്യമെന്നും ഡീൻ അവളോട് തുറന്നു പറയുന്നു. സംസാരിക്കുന്നതിനിടയിൽ ആലിക്ക് ഫോണിൽ മെസ്സേജുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും ഷോണിലെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ ഡീൻ അവളുടെ ഫോൺ വാങ്ങിവെക്കുന്നു. അതിനുശേഷം തന്റെ നമ്പർ അതിൽ സേവ് ചെയ്തിട്ട് ഷോണുമായി ബ്രേക്കപ്പ് ആകുമ്പോൾ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കാൻ ഡീൻ പറയുന്നു. എന്നാൽ ആലി അത് പുച്ഛിച്ചു തള്ളുകയും അവന്റെ നമ്പർ വിളിക്കരുത് എന്ന പേരിൽ മാറ്റുകയും ചെയ്തു. പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം ആലിയും ഷോണും തമ്മിൽ പിരിയേണ്ടി വന്നു. ആകെ സങ്കടത്തിലും മാനസിക സമ്മർദ്ദത്തിലുമായിരുന്ന ആലിക്ക് ഷോണിനെ വിളിക്കാൻ കൈ തരിച്ചെങ്കിലും അവൾ ഒടുവിൽ വിളിച്ചത് ഡീനിനെയായിരുന്നു. അവിടെ നിന്നാണ് അവരുടെ ബന്ധം ആരംഭിക്കുന്നത്. ഒരു തവണത്തെ മാത്രം താൽക്കാലിക തമാശയായി തുടങ്ങിയ ആ കൂടിക്കാഴ്ച പിന്നീട് രഹസ്യമായ കണ്ടുമുട്ടലുകളായി മാറി. ഓരോ തവണ ഒരുമിച്ച് കഴിച്ചുകൂട്ടുമ്പോഴും ഇതാണ് അവസാന തവണയെന്ന് ആലി ഉറപ്പിച്ചു പറയുമെങ്കിലും പിന്നീട് വീണ്ടും അവർ പരസ്പരം അടുത്തുകൊണ്ടിരുന്നു. താങ്ക്സ് ഗിവിംഗ് അവധിക്കാലത്ത് പോലും സുഹൃത്തായ ഹാനയോട് കള്ളം പറഞ്ഞ് ആലി ഗാരറ്റിന്റെ സുഹൃത്തിന്റെ കൂടെയാണ് പോയത്. അവിടെ വെച്ചാണ് അവൾ ആദ്യമായി ഡീനിന്റെ വലിയ ആഡംബര വീട് കാണുന്നത്. തന്റെ കുടുംബത്തെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ആലിയോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഡീൻ സന്തോഷവാനായിരുന്നു. അവർ അവിടെ വെച്ച് ചെസ് കളിക്കുകയും കൂടുതൽ അടുത്തറിയുകയും ചെയ്തു. എന്നാൽ ആ സന്തോഷത്തിലേക്ക് വന്ന ഹാനയുടെ ഒരു ഫോൺ കോൾ ആലിയെ പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ എത്തിക്കുന്നു. തന്റെ അടുത്ത സുഹൃത്തായ ഹാനയോട് താൻ ചെയ്യുന്നത് വലിയൊരു ചതിയായി അവൾക്ക് തോന്നി തുടങ്ങി. ഷോണുമായി പിരിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ മറ്റൊരു ബന്ധത്തിൽ പോയതും ശരിയല്ലെന്ന് കരുതി ആലി അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആലി പെട്ടെന്ന് ഇറങ്ങിപ്പോയതോടെ ഡീന് കാര്യങ്ങൾ വ്യക്തമാകാതെയായി. അപ്രതീക്ഷിതമായി ഈ ബന്ധം ഇങ്ങനെ അവസാനിക്കുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. അതേസമയം ഹാനയും ഗാരറ്റും തങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം ഹാന തന്റെ വരാനിരിക്കുന്ന മ്യൂസിക് ഷോക്കേസിന് വേണ്ടിയുള്ള പാട്ട് പരിശീലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗാരറ്റ് അങ്ങോട്ട് വരുന്നത്. ഹാന തന്റെ പുതിയ ഈണം അവനെ കേൾപ്പിച്ചു. അവൾ വളരെ മനോഹരമായി പാടുന്നുണ്ടെങ്കിലും അതിന്റെ വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗാരറ്റിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സത്യത്തിൽ ഹാനയ്ക്കും ആ വരികളിൽ പൂർണ്ണ തൃപ്തിയുണ്ടായിരുന്നില്ല. ജസ്റ്റിൻ എഴുതിയ ആ വരികൾ പൂർണ്ണമായി മാറ്റി എഴുതേണ്ടി വരുമെന്ന ചിന്തയിലാണ് ഹാന. പക്ഷെ ഷോക്കേസിൽ ഇനി വെറും 2 ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജസ്റ്റിനോടുണ്ടായിരുന്ന മുൻപത്തെ ഒരു ക്രഷ് കാരണമാണ് ആദ്യം ആ വരികൾ നല്ലതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നത്. ഇപ്പോൾ വരികൾ ശരിയല്ലെന്ന് എങ്ങനെ ജസ്റ്റിനോട് പറയുമെന്ന ആലോചനയിലായിരുന്നു ഹാന. ഈ കാര്യങ്ങൾ വളരെ തമാശയോടെ അവൾ ഗാരറ്റിന് പാടിക്കൊടുത്തു. പാട്ടിന്റെ അവസാനം ഗാരറ്റ് അവളെ എത്രയോ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ തമാശയായി പാടിയപ്പോൾ ഗാരറ്റ് വളരെ ആത്മാർത്ഥമായി താൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് അവളോട് പറഞ്ഞു. തിരിച്ച് ഹാനയും തന്റെ പ്രണയം തുറന്നു പറയുന്നു. അവർ രണ്ടുപേരും ആദ്യമായി പരസ്പരം പ്രണയം തുറന്നു പറയുന്ന ആ നിമിഷം വളരെ മനോഹരമായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് ഗാരറ്റിന്റെ വീട്ടിലേക്ക് താമസം മാറാൻ ഹാന തീരുമാനിക്കുന്നു. അതേസമയം ഹാനയും ആലിയും തമ്മിൽ അവരുടെ പ്രണയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഷോണുമായി ഇത്ര പെട്ടെന്ന് ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റൊരു വഴിയിലേക്ക് പോകുന്നത് ഒരു തെറ്റാണോ എന്ന ചിന്തയിലായിരുന്നു ആലി. ബന്ധം നിലനിർത്താൻ താൻ വേണ്ടത്ര ശ്രമിച്ചില്ലേ എന്ന കുറ്റബോധം അവളെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഹാന അവളെ ആശ്വസിപ്പിച്ചു. ഷോൺ അവൾക്ക് ചേരുന്ന ആളല്ലെങ്കിൽ അവിടെ നിന്ന് മാറി ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നും ജീവിതത്തിൽ ശരിയായ ഒരാൾ വരുമെന്നും ഹാന അവളോട് പറയുന്നു. തനിക്കിപ്പോൾ വലിയൊരു ബന്ധമൊന്നും വേണ്ട, വെറുമൊരു മാനസിക മാറ്റത്തിന് വേണ്ടിയുള്ള താൽക്കാലിക ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ആലി വ്യക്തമാക്കുന്നു. എന്നാൽ അത്തരം താൽക്കാലിക ബന്ധങ്ങളുമായി മുന്നോട്ടു പോകാൻ ആലിക്ക് കഴിയില്ലെന്നാണ് ഹാന കരുതുന്നത്. കാരണം ആലി എപ്പോഴും ബന്ധങ്ങളിൽ വളരെ ഗൗരവമുള്ള ആളായിരുന്നു. എങ്കിലും അവളുടെ എല്ലാ തീരുമാനങ്ങളിലും താൻ കൂടെ ഉണ്ടാകുമെന്ന് ഹാന ഉറപ്പു നൽകുന്നു. ഹാനയും ആലിയും ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ വെച്ചാണ് ഹോക്കി ടീമിനായുള്ള ഒരു ഫണ്ട് റേസർ പരിപാടി നടക്കുന്നത്. ലോഗനായിരുന്നു ഇതിന്റെ പ്രധാന സംഘാടകൻ. പരിപാടിയിൽ ജസ്റ്റിന്റെ ബാൻഡിന്റെ വകയായി സംഗീതവും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ആലിയെ വീണ്ടും സ്വാധീനിക്കാൻ ഡീൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ താൻ അങ്ങനെയുള്ള കുട്ടിയല്ല എന്ന് പറഞ്ഞ് ആലി അവനെ ഒഴിവാക്കാൻ നോക്കി. എന്നാൽ പിന്നീട് ഡീനും ഗാരറ്റും ഒക്കെ ഇരിക്കുന്ന ടേബിളിന്റെ അടുത്തേക്ക് കുറച്ച് പെൺകുട്ടികൾ വരുന്നത് കണ്ടപ്പോൾ ആലിക്ക് ചെറിയൊരു അസൂയ തോന്നി. ഒടുവിൽ ആലി ഡീനിനോട് സംസാരിക്കാൻ തയ്യാറായി. ഒരു ഫോട്ടോ ബൂത്തിൽ വെച്ച് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് വെറുമൊരു തമാശ
മാത്രമാണെന്നും ഇതിൽ ഒരു വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാകില്ല എന്ന് ആലി വ്യക്തമാക്കുന്നു. രാത്രി തന്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ഇതേസമയം അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന നിർണായകമായ മത്സരത്തിന്റെ സ്ട്രെസ്സിലായിരുന്നു ഗാരറ്റ്. എതിർ ടീം വളരെ ശക്തരായതുകൊണ്ട് തന്നെ ഈ കളി ജയിക്കേണ്ടത് വളരെ പ്രധാനമായിരുന്നു. ഹാന അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് ഫണ്ട് റേസറിലെ ലേലത്തിൽ പങ്കെടുത്ത വിജയികളെ ഡീൻ അനൗൺസ് ചെയ്യുന്നത്. അതിലൊരു സമ്മാനം പ്രശസ്ത ഹോക്കി താരവും ഗാരറ്റിന്റെ അച്ഛനുമായ ഫിൽ ഗ്രഹാമുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഗാരറ്റിനോട് ചോദിക്കാതെയാണ് ലോഗൻ ഇത് അറേഞ്ച് ചെയ്തത്. തന്റെ അച്ഛന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഗാരറ്റിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഈ കാര്യം അറിഞ്ഞ ഗാരറ്റ് ലോഗനോട് ചെന്ന് ദേഷ്യപ്പെടുകയും അവർ തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടാകുകയും ചെയ്തു. ഹോക്കി കളിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന തന്നെ പോലെയുള്ള സാധാരണക്കാരായ കളിക്കാർക്ക് ഇത്തരം ഫണ്ട് റേസറുകൾ എത്രത്തോളം വലിയ സഹായമാണെന്ന് പറഞ്ഞ് ലോഗനും ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ഫണ്ട് റേസറിലെ തർക്കങ്ങൾക്ക് പിന്നാലെ അവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. ജസ്റ്റിൻ ഹാനയുടെ പുതിയ പാട്ട് അവളോട് ചോദിക്കാതെ സ്റ്റേജിൽ പാടുകയായിരുന്നു ചെയ്തത്. അത് ഹാനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പാട്ട് കഴിഞ്ഞ് സന്തോഷത്തോടെ വന്ന ജസ്റ്റിനോട് പൂർത്തിയാകുന്നതിന് മുൻപ് എന്തിനാണ് ഈ പാട്ട് പാടിയതെന്ന് ഹാന ദേഷ്യത്തോടെ ചോദിച്ചു. ആ വരികൾക്ക് യാതൊരു അർത്ഥവുമില്ലെന്നും എല്ലാം ആദ്യം തൊട്ട് തുടങ്ങണമെന്നും ഹാന ആവശ്യപ്പെടുന്നു. എന്നാൽ തന്റെ വരികൾ മോശമാണെന്ന് ഹാന വീണ്ടും വീണ്ടും പറയുന്നതിൽ ദേഷ്യം വന്ന ജസ്റ്റിൻ ഇനി താനില്ലെന്നും സ്വന്തമായി വരികൾ എഴുതിക്കൊള്ളാനെന്ന് പറഞ്ഞ് അവിടെ നിന്നും പിണങ്ങിപ്പോയി. തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഹാനയും ഗാരറ്റും സംസാരിക്കുന്നു. ലോഗനോട് അച്ഛന്റെ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ സംസാരിക്കാമായിരുന്നില്ല എന്ന് ഹാന ചോദിക്കുമ്പോൾ തനിക്ക് കാര്യങ്ങൾ പങ്കുവെക്കാൻ ഇപ്പോൾ ഹാനയുണ്ടല്ലോ, അത് മതിയെന്നാണ് ഗാരറ്റ് പറയുന്നത്. അന്ന് രാത്രി ഹാനയ്ക്ക് റെസ്റ്റോറന്റിൽ ഇരുന്ന് വരികൾ എഴുതേണ്ടതുണ്ടായിരുന്നു. കൂടാതെ അടുത്ത ദിവസം ഗാരറ്റിന് വലിയൊരു മത്സരമുള്ളതുകൊണ്ട് ഹാന അവനോട് വേഗം വീട്ടിൽ പോയി വിശ്രമിക്കാൻ ആവശ്യപ്പെടുന്നു. ഹാന ഇന്ന് വീട്ടിൽ വരില്ല എന്ന് കരുതി ഡീനിനെ ആലി വീട്ടിലേക്ക് ക്ഷണിച്ചു. അവർ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിനിടയിലാണ് ഹാന ഉടൻ തന്നെ വീട്ടിൽ മടങ്ങി വരുമെന്ന മെസ്സേജ് ആലി കാണുന്നത്. പരിഭ്രാന്തയായ ആലി വേഗം തന്നെ ഡീനിനെ അവിടെ നിന്നും ഒഴിവാക്കുന്നു. എന്നാൽ അവൾ തിരികെ വരുമ്പോഴാണ് ഡീൻ തന്റെ ജാക്കറ്റ് മറന്നു വെച്ച കാര്യം ശ്രദ്ധിച്ചത്. ആ സമയത്ത് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. ഡീൻ ജാക്കറ്റ് വാങ്ങാൻ തിരികെ വന്നതാണെന്ന് കരുതി ആലി വാതിൽ തുറന്നപ്പോൾ പുറത്തു നിൽക്കുന്നത് അവളുടെ മുൻ കാമുകനായ ഷോൺ ആയിരുന്നു. ആലിയുടെ ആ കോലവും സാഹചര്യവും കണ്ടപ്പോൾ തന്നെ അവൾ മറ്റൊരു ബന്ധത്തിലാണെന്ന് ഷോണിന് മനസ്സിലായി. തങ്ങൾ പിരിഞ്ഞിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ലല്ലോ എന്ന നിരാശയോടെയും വിഷമത്തോടെയും ഷോൺ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. അന്ന് രാത്രി ഹാന റെസ്റ്റോറന്റ് ലോക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗാരറ്റിന്റെ ടീം അംഗങ്ങൾ സംസാരിക്കുന്നത് ഹാന കേൾക്കുന്നു. അടുത്ത ദിവസം അവർക്ക് കളിക്കാനുള്ള സെയിന്റ് ആന്റണീസ് ടീമിലെ പുതിയ പ്ലെയറായ ആരോൺ ഡെലാനിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവനൊരു അസാധാരണ പ്ലെയർ ആണെന്നും നാളത്തെ മാച്ചിൽ ഗാരറ്റ് പറയുന്നത് പോലെ തന്നെ കളിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമെന്നും അവർ പറയുന്നു. ആരോൺ എന്ന പേര് കേട്ടതും ഹാനയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഹാന ഫോണിൽ അവന്റെ ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ ഫോട്ടോ കണ്ടതും ഹാനയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഹാനയെ മുൻപ് ക്രൂരമായി ഉപദ്രവിച്ച ഹാനയുടെ പാനിക് അറ്റാക്കുകൾക്ക് കാരണക്കാരനായ വ്യക്തിയായിരുന്നു അത്. നാളെ ഗാരറ്റ് കളിക്കാൻ പോകുന്നത് അവനെതിരെയാണെന്നറിഞ്ഞതോടെ ഹാന പൂർണ്ണമായും തകർന്നുപോയി. ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ കടുത്ത ഭയത്തോടെ അവൾ റോഡിലോടുന്ന ഒരു വൈകാരിക രംഗത്തോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഹാനയെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങുന്ന അവളുടെ കൈപ്പേറിയ ഭൂതകാലം ഗാരറ്റിന്റെയും ഹാനയുടെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ. ഈ പ്രതിസന്ധിയെ അവൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ കാണാം. ബൈ.